എന്നും ഒരേ തരത്തിൽ മത്തി കറി വയ്ക്കാതെ ഇന്ന് അല്പം മുളകിട്ട് വെച്ചാലോ? അതിലാദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 ഇട്ട, അല്ലെങ്കിൽ 3 4 ഇടാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും, പുളിപ്പിന് ഒരു ഇച്ചിരി പുളിയും, ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും, 2 തക്കാളി അരിഞ്ഞത്, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതും, മഞ്ഞൾപ്പൊടി, എരിവിനുള്ള മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് മൂപ്പിച്ച് വറ്റൽമുളക് കൂടെ മൂപ്പിച്ചിട്ട് ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് അതും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി ഉലുവാപ്പൊടിയും ചേർത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് അത് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കുക. ഗ്രേവി കുറുകി വരാനാണ്. അതൊന്ന് തിളയ്ക്കുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് കുറുകാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മത്തിയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ വീണ്ടും അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് വേവിക്കാനായിട്ട് തിളയ്ക്കുമ്പോൾ വീണ്ടും നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മത്തി വെന്ത് നന്നായിട്ട് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പ് ഒരല്പം വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി ഒന്ന് ചുറ്റിച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ മത്തി മുളകിട്ട് ഇതാ റെഡി. എന്ത് ടേസ്റ്റാണെന്നോ!